ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ കണ്ണുകളും ഈ ഒരൊറ്റ ഷിപ്പിൻ്റെ മേലെയാണ്. ഇതൊരു ക്രേസി സ്റ്റോറിയാണ്. അതായത് അമേരിക്കൻ മിലിറ്ററി അവരുടെ USS നിംബിറ്റ്സ് എന്ന് പേരുള്ള എയർക്രാഫ്റ്റ് കാരിയറിനെ നേരെ മിഡിൽ ഈസ്റ്റിലോട്ട് വിട്ടിട്ടുണ്ട് ഇസ്രയേലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്താണ് ഇവിടുത്തെ പ്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പഴയ ഷിപ്പാണ്, 50 കൊല്ലം പഴക്കമുണ്ട്. അടുത്ത കൊല്ലം 2026 റിട്ടയർമെൻറ്റൊക്കെ അനൗൺസ് ചെയ്ത് മ്യൂസിയത്തിലിരിക്കുന്ന ഷിപ്പാണ്. ആ സൗത്ത് ചൈന സീലായിരുന്നു ഇത്, ചുമ്മാ ഇരിക്കുകയായിരുന്നു അവിടെ. അതിനെയാണ് ഇപ്പോൾ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെയുള്ളൊരു സംഭവത്തിനാണ് നമ്മൾ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫാൾസ് ഫ്ലാഗ് മിഷൻ എന്ന് വിളിക്കുക. അതായത് ഇവർ തന്നെ ഒരു സാധനം കൊണ്ട് അവിടെ കൊണ്ടിടും, എന്നിട്ട് ഇവർ തന്നെ അതിനെ പൊട്ടിക്കും, എന്നിട്ട് ഇവർ തന്നെ അയ്യോ ഇവരിങ്ങനെ ചെയ്തു, ഞങ്ങൾ ഈ യുദ്ധത്തിലേക്ക് കടക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ യുദ്ധത്തിലേക്ക് ഇറങ്ങും. പണ്ടാണെങ്കിൽ ഇവർ എന്തായാലും ഇത് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇത്രയും കുറച്ച് പേർക്ക് ബുദ്ധിയും പിന്നെ മീഡിയയൊക്കെ ഇത്ര അലേർട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ ഇവർ ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ ഓൾറെഡി USS കാൾ വിൽസണും പറഞ്ഞിട്ടുള്ള ഒരു കാരിയർ ഉണ്ട്, അതുപോലെ USS ഫോർഡ് ഇവർ ഇന്നലെ അയച്ചിട്ടുണ്ട്. അപ്പോൾ മേജർ കുറച്ച് പുതിയ സാധനങ്ങളും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇത് മാത്രം ഒരു ഓഡ് വൺ ഔട്ടാണ്, കുറച്ച് പഴയ ഷിപ്പാണ്, അറിയാലോ റിട്ടയർമെൻ്റൊക്കെ വന്നിരിക്കുകയാണ്, വയസ്സനാണ്. അപ്പോൾ അതിനെ അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് തീർത്താലും എന്തെങ്കിലും ഒരു ചെറിയ അറ്റാക്കോ, ഇത് ഹൈപ്പർസോണിക്കിൻ്റെ റേഞ്ചിലാണ്, ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈൽസിൻ്റെ റേഞ്ചിലാണ് ഇത് അവിടെ പോയി കിടക്കുന്നതും. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു വശപ്പശയൊക്കെ ഉണ്ട്. പക്ഷേ അറിയില്ല ഇനി എന്ത് സംഭവിക്കുന്നത്, കാത്തിരുന്ന് കാണാം.